ഇതൊരു തേഴ്സ്ഡേ വ്ലോഗാണ്. വൈകുന്നേരം 5 മണിയപ്പോൾ ഞാനും ശ്രീയും അന്നക്കുട്ടിയും കൂടി ഊബറിന് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഊബർ വന്നു, ഞങ്ങൾ എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് പോവാണ്. വേറെ എങ്ങോട്ടേക്കുമല്ല, പുസ്തകോത്സവം നടക്കുന്നുണ്ട്. സെൻറ് ജോസഫ് സ്കൂളിലെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം, അതായത് ജനറൽ ഹോസ്പിറ്റലിന് അടുത്താണ്. അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള പുസ്തകോത്സവങ്ങളൊന്നും ഞങ്ങൾ ഒട്ടും മിസ് ചെയ്യാറില്ല. കാരണം ഏറ്റവും നമുക്ക് ഡിസ്കൗണ്ടിൽ പുസ്തകങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നത് ഈ പുസ്തകോത്സവങ്ങളൊക്കെ നടക്കുമ്പോഴാണ്. ഏകദേശം ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എന്നെക്കുട്ടിയുടെ ഗിഫ്റ്റ് വാൻഡി ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കൗണ്ടറിലിരിക്കുകയായിരുന്നു. കുറച്ച് റഷായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ആൾ വന്നു ഞങ്ങളെ അകത്തേക്ക് കൊണ്ടുപോയിട്ടോ. ഒരുപാട് പബ്ലിക്കേഷൻസ് ഉണ്ട്. ഗിഫ്റ്റ് വഴി ഞങ്ങൾ ഒട്ടുമിക്ക പുസ്തകോത്സവങ്ങൾ അറിയാറുണ്ട്. പോകാൻ പറ്റുന്നതിനൊക്കെ മാക്സിമം പോകാറുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതെടുക്കണം ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. രാത്രി 12-ന് ശേഷം ഞങ്ങൾ എടുക്കണം എന്ന് ഉറപ്പിച്ച് പോയതാണ്. അത് അപ്പോൾ തന്നെ കൈയോടെ വാങ്ങി. പിന്നെ ഇങ്ങനെ ഒരുപാട് നോക്കി നടന്നു. കുറേ ബുക്സൊക്കെ ഗിഫ്റ്റിൻ്റെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വായിക്കാറുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ മാത്രം പിന്നെ വാങ്ങിയാൽ മതിയല്ലോ. പിന്നെ മാച്ചു പിച്ചും കൂടി എടുത്തു. അതിന് മുന്നേ ഞങ്ങൾ 2 ബുക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാൻ പറഞ്ഞു. ലാസ്റ്റ് അത് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ ബുക്സ് ആണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ ബെറിഡ് തോട്ട്സ് അന്വേഷിച്ച് ഒരുപാട് നടന്നിട്ടു. പക്ഷേ അത് ഒരിടത്തും കിട്ടിയില്ല. അവിടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ടോക്ക് ഷോ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഉണ്ടായിരുന്നുണ്ട്. ശരിക്കും ഭയങ്കര അനുഗ്രഹമായിരുന്നു. അന്നക്കുട്ടി ഗിഫ്റ്റിൻ്റെ അടുത്ത് കംഫർട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സാവധാനം നടന്ന എല്ലാ ബുക്സും ഒക്കെ നമുക്ക് ഏത് വേണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനും നമുക്ക് ഡിസ്കസ് ചെയ്യാനും അങ്ങനെ എല്ലാം പറ്റി കേട്ടോ. പക്ഷേ അവളുടെ അടുത്ത് ഇരിക്കുന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തിരിഞ്ഞു നോക്കും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. അന്നക്കുട്ടി ഇങ്ങനെ ഓരോരോ ട്രിക്ക് കാണിച്ചാണ് ഗിഫ്റ്റ് വേണ്ടി പിടിച്ച് നിർത്തിയിരുന്നത്. പിന്നെ ഗിഫ്റ്റിൻ്റെ കെയർ ഓഫ് ഞങ്ങൾ 2 ചായയും കൂടെ കുടിച്ചിട്ട് പെട്ടെന്ന് ഊബർ ബുക്ക് ചെയ്ത് ഏകദേശം ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ തിരിച്ചു കേട്ടോ. 1 അവർ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഗിഫ്റ്റ് വേണ്ടിക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോയത് ദേശി കപ്പയിലേക്ക്. അന്നക്കുട്ടി നല്ല സ്റ്റൈലിൽ കിടന്ന് കാഴ്ചകളൊക്കെ കാണുക കേട്ടോ. അങ്ങനെ ദേശി കപ്പ എത്തി. അവിടെ ഞങ്ങളൊരു കോൾഡ് കോഫി ഓർഡർ ചെയ്തു. പിന്നെ ബർഗറും പാഴ്സൽ വാങ്ങി. പിന്നെ ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ആദ്യം വാങ്ങിയത് ഈ 2 ബുക്സാണ്. അങ്ങനെ 4 ബുക്ക് വാങ്ങിയപ്പോൾ ഏകദേശം ഒരു 300 രൂപ ലാഭം കിട്ടി.